ഇതിൽ എന്തോന്ന് ഇത്ര പേടിക്കാൻ വേണ്ടിയിട്ട്? എൻ്റെ കൈയും കാലും ഒടിയാത്തിടത്തോളം കാലം ഞാൻ നിന്നെ പൊന്നുപോലെ നോക്കും. ആ അതാ എൻ്റെ പേടി. ഏട്ടൻ എൻ്റെ ആങ്ങളമാരെ അറിയില്ല. അവരെങ്ങാനും ഏട്ടൻ്റെ കൈയും കാലും തല്ലി ഓടിച്ചാലോ? അവരൊന്നും ഒരു ചുക്കും ചെയ്യൂല. അവരാരും കണ്ടുപിടിക്കാത്ത ഒരു സ്ഥലത്തോട്ടാണ് ഞാൻ നിന്നെ കൊണ്ടുപോകണത്. അപ്പോൾ ഒളിച്ചോടിയ നമ്മൾ മൊബൈൽ ഫോൺ ഇല്ലാതെ എങ്ങനെ ജീവിക്കും? മൊബൈൽ ഫോൺ ഇല്ലാതെയോ? മൊബൈൽ ഫോൺ നമ്മുടെ കയ്യിൽ തന്നെ കാണും. എന്നാ പിന്നെ എവിടെ പോയാലും അവർ നമ്മളെ കണ്ടുപിടിക്കും. എൻ്റെ ഒരാങ്ങളെ സൈബർ സെല്ലിലാണ് വർക്ക് ചെയ്യുന്നത്. നീ ഓരോന്ന് പറഞ്ഞ് പേടിപ്പിക്കാതെ മണ്ടു. നീ 10 പൈസയുടെ ചിലവില്ലാതെ ഇറങ്ങി പോകുന്നതിൽ അവർക്ക് സന്തോഷം ഉണ്ടാവുള്ളൂ. എൻ്റെ അമ്മ പണ്ടേ പറഞ്ഞതാ, പ്രേമിക്കുന്നെങ്കിൽ പ്രേമിച്ചോ, പക്ഷെ സ്വന്തം സമുദായത്തിൽ നിന്ന് തന്നെ വേണമെന്ന്. ഇതിപ്പം വേറെ സമുദായത്തിൽ നിന്ന് ഒരാളുടെ കൂടെ ഒളിച്ചോടിയ. പ്രേമിക്കുന്നതിന് മുമ്പ് നിനക്ക് അറിഞ്ഞുകൂടായിരുന്നോ ഞാൻ അന്യ സമുദായക്കാരനാണെന്ന്? പിന്നെ ഇപ്പം എന്താണ് ഒരു പൂല്? ഞാൻ അങ്ങനെയല്ല പറഞ്ഞേ. എങ്ങനെയല്ല പറഞ്ഞത്? നീ പേടിക്കാതെ. രജിസ്റ്റർ മാരേജ് കഴിഞ്ഞാൽ നമ്മൾ ആരും ഒരു ചുക്കും ചെയ്യൂല. നീ നാളെ രാവിലെ ഒരു 6 മണിയാകുമ്പോഴത്തേക്ക് വീട്ടിന് പുറത്തോട്ട് ഇറങ്ങി നിന്നാൽ മതി. ഞാൻ ബൈക്കുമായിട്ട് അവിടെ വരും. എന്നിട്ട് നമുക്ക് ഒരുമിച്ച് പോവാം. 6 മണിക്കോ? ഞാൻ എണീക്കുമ്പോ തന്നെ 8 മണിയാവും. അതേട്ടനെ അറിയാലോ. അലാറം വെച്ച് കിടന്നാൽ മതി. എന്നാലും എനിക്ക് എന്തോ ഭയങ്കര പേടിയാവുന്നു. ഞാൻ നിനക്കൊരു പർദ്ദ വാങ്ങിച്ചു തന്നിട്ടില്ലേ? അതിട്ടുകൊണ്ട് ഇങ്ങ് പുറത്ത് വന്നാൽ മതി. ഞാനൊരു ഹെൽമെറ്റും വെച്ചിട്ടുണ്ടാവും. നമ്മൾ ആരും കണ്ടുപിടിക്കൂല. പക്ഷേ ഈ രജിസ്റ്റർ ഓഫീസിൽ ചെന്ന് എന്തെങ്കിലും ഡിലേ ഉണ്ടായാലോ? എന്ത് ഡിലേ? 2 സാക്ഷികളുണ്ടെങ്കിൽ 10 മിനിറ്റിനകത്ത് കാര്യം നടക്കും. എന്നാലും എനിക്ക് പേടിയാ. നീ എന്നെ കൈവിടല്ലേ മണ്ടു. എത്ര മാസം നിന്റെ പുറകെ നടന്നിട്ടാ ചൊവ്വാദോഷക്കാരിയായി നീ എനിക്കൊരു പുഞ്ചിരി തന്നത്. പിന്നെ എത്ര മാസം പുറകെ നടന്നിട്ടാ നീ എനിക്കൊരു മിസ് കോൾ ചെയ്തത്. പിന്നെ എത്ര മാസം കഴിഞ്ഞിട്ടാ നീ എനിക്കൊരു മെസ്സേജ് വിട്ടത്. എനിക്കൊന്നും മറക്കാൻ പറ്റില്ല മണ്ടു. എൻ്റെ ഹൃദയം നിന്റെ സ്നേഹത്തിൻ്റെ മാംസരിക വലയത്തിലാണ്. ഏട്ടൻ മാംസരികമല്ല, മാസ്മരികം. ഏട്ടൻ വിഷമിക്കണ്ട. നാളെ അലാറം വെച്ച് 6 മണിക്ക് തന്നെ ഞാൻ ഏട്ടൻ്റെ കൂടെ വരും. എൻ്റെ മണ്ടു, നീയാണ് യഥാർത്ഥ കാമുകി. പോയേട്ടാ അവിടുന്ന്. എൻ്റെ പൊന്ന്. പൊന്നെത്ര പവനുണ്ട്? പൊന്നോ? നീ ഇങ്ങനെ പൊരയെന്നറിഞ്ഞ് ഭിത്തിയും പൊട്ടിച്ച് നിൽക്കുകയല്ലേ? നിന്റെ ആങ്ങളമാരെന്തെങ്കിലും കരുതിയിട്ടുണ്ടാവും. അതാണോ? 12 പവനുണ്ട്. പക്ഷെ 7 പവനേ എൻ്റെ കയ്യിലുള്ളൂ. ബാക്കിയും കൂടെ എടുത്തോണ്ടെങ്കിൽ പോന്നാൽ മതി. അവന്മാർക്ക് അത്രയ്ക്ക് ലാഭം ഉണ്ടായി കൊടുക്കണ്ട. അവന്മാർ പഠിക്കട്ടെ. പിന്നെ വെപ്രാളപ്പെട്ട് ഒളിച്ചോടാൻ നിൽക്കുമ്പോഴാ പൊന്ന്. ഏട്ടന് പൊന്നാണോ ഞാനാണോ വലുത്? നീ തന്നെയാണ് വലുത്. പക്ഷെ എനിക്കൊരു ജോലി കിട്ടും വരെ നമുക്ക് ജീവിക്കണ്ടേ? പിന്നെ നിന്റെ അമ്മയുടെ മാലയും കൂടെ ഇങ്ങ് എടുത്തോ. ശരി ഏട്ടാ. സ്റ്റാർട്ട് ആവണില്ല. ബാഗ് പിടി, ബാഗ് പിടി. ഇങ്ങോട്ടൊന്ന് ഓടിച്ചോണ്ട് വന്നാണ്. എനിക്കെങ്ങനെ അറിയാം? ഹലോ, എന്തു പറ്റി? സ്റ്റാർട്ട് ആവുന്നില്ല. വണ്ടി സ്റ്റാർട്ടാണല്ലേ? ഓ, എവിടെ പോണു രാവിലെ? രാവിലെ ഇവിടെ ആ സുലൈമാന്റെ വീട്ടിൽ കല്യാണത്തിന് പോണായിരിക്കും. ഇത് ഞാൻ ശരിയാക്കി തരാം. 2-3 കൊല്ലം ഗൾഫിൽ 2 വീലർ പണി ആയിരുന്നല്ലേ? സ്പാനർ വല്ല ഇരിപ്പുണ്ടോ? സ്പാനർ ഇല്ല. ഇത് പേടിക്കേണ്ട, എന്റെ വീട് അപ്പുറത്ത് തന്നെ. കയറി ഇരുന്നോ, നന്നാക്കിട്ട് ഞാൻ വിളിക്കാം കേട്ടാ. കുറേ അതിങ്ങോട്ട് ഓടിച്ചോണ്ടാണ് ശരിയാക്കി തരാ, പേടിക്കണ്ട. നമ്മുടെ നാട്ടിൽ വന്നിട്ട് നിങ്ങൾ കഷ്ടപ്പെടരുത്. കുഴപ്പം
വൈഫായിരിക്കും അല്ലേ? നല്ല കുട്ടിയാണ്, നല്ല അടക്കം ഒതുക്കമൊക്കെ ഉള്ള കുട്ടിയാണ്. ഞാൻ ശരിയാക്കി തരാമല്ലോ. ശരിയാക്കണ്ടേ? ഓക്കെ അല്ലേ? മതി 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 രണ്ടാമത് കയറണേ. മതി മതി ചേട്ടാ, വളരെ സന്തോഷം കേട്ടോ. മോളെ കയറിക്കോ. കൊണ്ട് ഇതുപോലത്തെ പെങ്ങളെ സൂക്ഷിച്ചു പോണേ. താങ്ക് യു കേട്ടോ, താങ്ക് ഭാഗ്യം എന്നെ തിരിച്ചറിയാഞ്ഞത്. അയാളെ നിനക്കറിയോ?